അങ്ങനെ ദേവസ്വം ബോർഡിൻ്റെ തന്നെ അന്ത്യമെടുത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അങ്ങനെ ഇത്രയും നാൾ നല്ല പിള്ളയായി മാറിയിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എൻ വാസു തന്നെ പ്രതിപട്ടികയിലെത്തിയിരിക്കുന്നു. പ്രതിസ്ഥാനത്തേക്ക് അവരോധിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് മറ്റാരുമല്ല, സർക്കാർ തന്നെയാണ്. പ്രത്യേകിച്ചും പിണറായി സർക്കാർ ഇത്തരത്തിൽ അലംഭാവത്തോടുകൂടി ക്ഷേത്രങ്ങളെയും ബോർഡിനെയും കൈകാര്യം ചെയ്തതിനുള്ള ഒരു പരിണത ഫലം തന്നെയാണിതെന്നാണ് ഇവരും വിലയിരുത്തുന്നത്. മൂന്നാം പ്രതിയായി ദേവസ്വം ബോർഡ് കമ്മീഷണർ കൂടിയായിട്ടുള്ള വാസുവിൻ്റെ പേര് അന്വേഷണ സംഘം ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വർണ്ണക്കൊള്ള കേസിൽ SIT ഇന്ന് ഹൈക്കോടതിയിൽ രണ്ടാം ഇടക്കാല റിപ്പോർട്ട് സമർപ്പിക്കാനായി രാവിലെ തന്നെ തയ്യാറെടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ തന്നെയാണ് രൂക്ഷമായി ഹൈക്കോടതി നേരത്തെ വിമർശിച്ചത്. ദേവസ്വം മാനുവലിൻ്റെയും ഹൈക്കോടതി ഉത്തരവിൻ്റെയും ഒക്കെ തന്നെ നഗ്നമായ ലംഘനമല്ലേ ശബരിമലയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നടന്നതെന്നാണ് കോടതിയുടെ വിമർശനം. എന്ത് കൊള്ളരുതായ്മയും കാണിക്കാനുള്ള ലൈസൻസ് ആണോ ഇക്കാര്യങ്ങൾ എന്നാണ് കോടതിയുടെ ചോദ്യം. ആരെല്ലാം സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കൊക്കെ തന്നെ ഈ അന്വേഷണം എത്തിക്കണമെന്നുള്ള കർശനമായ നിർദ്ദേശം ഹൈക്കോടതി നൽകി കഴിഞ്ഞിരിക്കുന്നു. 2018 മുതലുള്ള ഇടപാടുകൾ അന്വേഷിച്ചിരിക്കണം. ദേവന്റെ സ്വത്തെന്നുള്ളത് അത് മറ്റാർക്കും അവകാശപ്പെട്ടുള്ളതല്ല. ദേവസ്വം ബോർഡിൻ്റെ ഉത്തരവാദിത്തം, അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ആ ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുക എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അഴിമതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ വരുമോ എന്നതടക്കം പരിശോധിക്കാനാണ് SITയോട് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണത്തിലടക്കം ശാസ്ത്രീയ പരിശോധന നടത്താനും അനുമതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും കട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ തൊണ്ടി മുതലടക്കം അടപടലം പിടിവീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല. നേരത്തെ വിജയമില്ല തനി തങ്കം പൂശിയ വാതിൽപ്പാളികൾ അഴിച്ചെടുത്ത് സ്വർണം പൂശാനായി കൊടുത്തുവിട്ടതിൽ അന്വേഷണം നടത്തണമെന്ന് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ പരമ സ്വാതന്ത്ര്യം നൽകിയെന്നും ഇതിന് പിന്നിൽ ആരാണെന്നും അവരെ ഒക്കെ തന്നെ കണ്ടെത്തണമെന്നുമാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വെറുതെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ കയറാനാകില്ല. വെറുതെ ഒന്നും തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്പോൺസർമാരെ കണ്ടെത്താൻ കഴിയില്ല. വെറുതെ ഒന്നും തന്നെ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അവിടുത്തെ സ്വർണം അഴിച്ചെടുത്ത് ചെമ്പ് പൂശാനായി സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിലുള്ളത് ചെറിയ മീനുകളല്ല, വമ്പൻ സ്രാവുകളാണെന്ന് ഹൈക്കോടതി തന്നെ തിരിച്ചറിഞ്ഞു. ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വരും. അതിൽ മാത്രമേ തീരുമാനങ്ങളിലുള്ള കൃത്യമായൊരു വ്യക്തത ഉണ്ടാകൂ. ബുധനാഴ്ച രാവിലെ അടച്ചിട്ട കോടതി മുറിയിലാണ് SITയുടെ രണ്ടാം ഘട്ട അന്വേഷണ റിപ്പോർട്ട് പരിഗണിച്ചത്. SIT സംഘത്തിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായിട്ടുള്ള SP S ശശിധരൻ കോടതിയിൽ നേരിട്ട് ഹാജരായി. അദ്ദേഹത്തോട് കോടതി നേരിട്ട് സംശയങ്ങൾ ചോദിച്ചു. ഉത്തരങ്ങൾ അദ്ദേഹം നൽകി. ദേവസ്വം ബോർഡിൻ്റെ രേഖകൾ കൃത്യമല്ലാത്തത് ഗുരുതരമാണെന്ന് ചൂണ്ടിക്കാട്ടിയ ഹൈക്കോടതി ദേവസ്വം മിനിറ്റ്സിൽ ക്രമക്കേടുണ്ടെന്ന് അടക്കം എടുത്തു പറഞ്ഞു. 2025 സ്വർണ്ണപ്പാളി കൈമാറിയത് മിനിറ്റ്സിൽ പോലും രേഖപ്പെടുത്തിയിട്ടില്ല. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം കൊടുത്തു എന്ന കാര്യത്തിൽ ഇതിൽ പരം എന്ത് വേണം? കോടതി തന്നെ അക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട്. അഴിമതി ഉണ്ടോ എന്ന് SIT പരിശോധിക്കണം. എന്തുമാത്രം സ്വർണം നഷ്ടപ്പെട്ടു എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയില്ല. അത് കൃത്യമായി കണ്ടെത്തി എല്ലാം തന്നെ വീണ്ടെടുക്കാനുള്ള ശ്രമം നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ടി വിവിധ ഇടങ്ങളിൽ നിന്നും സ്വർണ്ണ സാമ്പിൾ ശേഖരിക്കാം. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും അന്വേഷണം നടത്താനാണ് SITക്ക് കോടതിയുടെ നിർദ്ദേശം. ശ്രീകോവിലിൽ പുതിയ വാതിൽ വെച്ചതിലും പോറ്റിയെ മുൻനിർത്തി ഒരുപക്ഷെ വലിയൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള സംശയം ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ട്. ചെന്നൈയിൽ എന്താണ് സംഭവിച്ചത്? അത് കൃത്യമായി അറിഞ്ഞിരിക്കണം. പോറ്റിക്ക് ഉദ്യോഗസ്ഥർ അമിത സ്വാതന്ത്ര്യം നൽകിയതിലൂടെ പല തരത്തിലുള്ള വഴിവിട്ട ഇടപാടുകളും അവിടെ സംഭവിച്ചിട്ടുണ്ടാകാം. അതിൽ ഉദ്യോഗസ്ഥരും ലാഭം പറ്റിയിട്ടുണ്ടായിരിക്കാം. അവരെയൊക്കെ തന്നെ ഒന്നൊന്നായി കണ്ടെത്തി വേണ്ട വിധത്തിലുള്ള ശിക്ഷ നൽകിയിരിക്കണം. പോറ്റി നടത്തിയ പല ഇടപാടുകളിലും ദേവസ്വം ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തുവെന്ന് കോടതി തന്നെ വ്യക്തമായി പറഞ്ഞു. ദേവസ്വം ബോർഡിനെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും വാതിലിൻ്റെയും പകർപ്പ് സൃഷ്ടിക്കാനായി അധികൃതർ പോറ്റിക്ക് അനുമതി കൊടുത്തു. ഇത് നിയമവിരുദ്ധമായ അനുമതി എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ആരെല്ലാം തന്നെ സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായോ അവരിലേക്കൊക്കെ തന്നെ അന്വേഷണം എത്തണം. ദേവന്റെ സ്വത്ത് സംരക്ഷിക്കുന്നതിൽ ആരൊക്കെ വീഴ്ച വരുത്തിയോ അവരൊക്കെ തന്നെ ഇതിന് ഉത്തരവാദികളാണ്. അതിൻ്റെ പരിണിതഫലം അനുഭവിക്കേണ്ടതുണ്ട്. ആദ്യഘട്ടത്തിലെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ഇനി പുറത്തു വരേണ്ടത് ഗൂഢാലോചനയാണെന്ന് കോടതി അന്ന് പറഞ്ഞിരുന്നു. 10 ദിവസത്തിനിടയിൽ അന്വേഷണത്തിൽ എന്ത് പുരോഗതി ഉണ്ടായെന്ന് കോടതിയെ അറിയിക്കണമെന്ന് ഉത്തരവ് നൽകിയിരുന്നു. ഇക്കാര്യം കോടതി ഇപ്പോൾ വിലയിരുത്തിയിട്ടുമുണ്ട്. SIT പിടിച്ചെടുത്ത മിനിറ്റ്സ് ബുക്കും കോടതി കൃത്യമായി പരിശോധിച്ചു. മിനിറ്റ്സ് രേഖപ്പെടുത്തിയതിലും ക്രമക്കേടുണ്ടെന്ന് കോടതി മനസ്സിലാക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം ആദ്യം വിവാദമായി. അതിനിടയിൽ ദ്വാരപാലക ശില്പപ്പാളി പുറത്തേക്ക് പോയെന്ന വിവരം ഹൈക്കോടതി അറിഞ്ഞു. ആ പാളി നന്നാക്കി വരട്ടെ എന്ന നിലപാടും ഇനി നടപടിക്രമം തെറ്റിക്കരുതെന്നും ഹൈക്കോടതി പറഞ്ഞു. ഇതിനിടയിലാണ് മറ്റൊരു ട്വിസ്റ്റ്. താങ്ങുപീഠം കൂടി വേണമെന്ന അതിബുദ്ധിയായി ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി. ഈ അതിബുദ്ധിയിലാകട്ടെ പിന്നീട് പുറത്തു വന്നത് ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമായിരുന്നു. ഇതിന് സമാനമായി വാസുവും ഒരു അതിബുദ്ധി കാട്ടി. ഇതാണ് ഇപ്പോൾ വാസുവിനെയും കേസിൽ പ്രതിയാക്കി മാറ്റിയത്.
കേസുമായി ബന്ധപ്പെട്ട് ബുധനാഴ്ച ദേവസ്വം വിജിലൻസ് മറ്റൊരു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കത്തിടപാടുകളെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് വിജിലൻസ് പുതുതായി കൊടുത്തത്. അതിലും നിർണായകമായ പല തെളിവുകളും അടങ്ങുന്നു. SIT അന്വേഷണത്തിനൊപ്പം തന്നെ ദേവസ്വം വിജിലൻസും അന്വേഷണം നടത്തുന്നു. അതും സമാന്തരമായി. ദേവസ്വം വിജിലൻസ് സമർപ്പിക്കുന്ന 4ാമത്തെ റിപ്പോർട്ട് കൂടിയാണിത്. നേരത്തെ രജിസ്റ്റർ ചെയ്ത FIRൽ ദേവസ്വം ഉദ്യോഗസ്ഥരുടെ പേരൊന്നും ചേർത്തിരുന്നില്ല. എന്നാൽ ഇടക്കാല റിപ്പോർട്ടിൽ N വാസുവിനെ തന്നെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയ വിവരം കോടതിയെ അറിയിക്കുമെന്നാണ് വിവരം. 2 തവണ ദേവസ്വം കമ്മീഷണറായും പിന്നീട് സ്വർണ്ണക്കൊള്ള നടന്ന മാസങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റായുമാണ് വാസു പ്രവർത്തിച്ചത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് 2019 ദേവസ്വം കമ്മീഷണറായി പ്രവർത്തിച്ചിരുന്ന വാസുവിൻ്റെ പങ്കെടുത്ത് പറയുന്നത്. കേസിൻ്റെ 2ാം പുരോഗതി റിപ്പോർട്ടാണ് ഇന്ന് ബുധനാഴ്ച ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. സ്വർണം പൊതിഞ്ഞ കട്ടിളപ്പാളി വാസുവിൻ്റെ നിർദ്ദേശമനുസരിച്ച് ചെമ്പുപാളിയായി മഹസറിൽ രേഖപ്പെടുത്തിയെന്ന് അന്വേഷണ സംഘം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. നേരത്തെ വാസുവിനെ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്തതടക്കം ഈ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നു. ദ്വാരപാലക ശില്പങ്ങളുടെയും ശ്രീകോവിലിൻ്റെയും ജോലികൾ പൂർത്തിയാക്കിയ ശേഷം പിന്നീട് ബാക്കിയുണ്ടായിരുന്ന സ്വർണം പെൺകുട്ടികളുടെ വിവാഹ സഹായത്തിന് വിനിയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് 1ാം പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി വാസുവിന് ഒരു ഇമെയിൽ അയച്ചു. 2019 ഡിസംബർ 9 കിട്ടിയ ആ ഇമെയിൽ വാസു പിന്നീട് തുറന്ന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ഇവിടെയൊക്കെയാണ് കാര്യങ്ങൾ ആകെ അങ്കലാപ്പിലായത്. ഇമെയിൽ വിവാദം എന്നതോടെ പ്രശ്നം മനസ്സിലാക്കി വാസു തൊട്ടടുത്ത ദിവസം രേഖയുമായി മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി. 2019 ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്നപ്പോൾ കിട്ടിയ മെയിലിൻ്റെ കോപ്പി ഉണ്ണികൃഷ്ണൻ പോറ്റി മെയിൽ അയച്ചെങ്കിലും പോറ്റിയും സംഘവും സംഘടിപ്പിച്ച സ്വർണം ബാക്കി വന്നതിന് ദേവസ്വം ബോർഡിന് ഉത്തരവാദിത്തമില്ലെന്ന് വാസു തന്നെ പറഞ്ഞു. ആ പ്രയോഗം ഏറെ കുരുക്കായി. ശബരിമലയുടെ പേരിൽ പിരിവ് നടത്തി ഉണ്ടാക്കിയ സ്വർണത്തെപ്പറ്റി ഏറെ നിസ്സാരമായി ലഘൂകരിച്ചുകൊണ്ടാണ് വാസുവിൻ്റെ സംസാരം. അതുതന്നെ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കുണ്ട് എന്നുള്ള സംശയം പലരിലും ഉയർത്തി. ഈ നിഗമനം അന്വേഷണ സംഘത്തെ കൂടുതൽ ചൊടിപ്പിച്ചു. വർഷങ്ങൾക്ക് മുമ്പുള്ള രേഖ വാസുവിന് എവിടെ നിന്ന് കിട്ടി? ഈ സംശയം എപ്പോഴും അന്വേഷണ സംഘത്തിന് മുന്നിലുണ്ടായിരുന്നു. ദേവസ്വം ബോർഡിലെ പല രേഖകളും പോലീസിനടക്കം കിട്ടുന്നത് വലിയ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ്. അതുകൂടാതെ പലതും ഇപ്പോൾ കാണാൻ പോലുമില്ല. അപ്പോഴാണ് മെയിൽ കോപ്പിയുമായി വാസു മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. ഒരൊറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ എങ്ങനെയാണ് ഇത് വാസുവിന് കിട്ടിയത്? അതുകൊണ്ട് തന്നെ നടന്നത് തട്ടിപ്പാണെന്ന് വാസു അറിഞ്ഞ് അന്നത്തെ ഫയലുകളുടെ എല്ലാം കോപ്പി വാസു തന്നെ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. അത് തപ്പാനായി ശബരിമല കയറേണ്ട ആവശ്യമില്ല എന്നുള്ളത് അന്വേഷണ സംഘം തന്നെ മനസ്സിലാക്കി. അതല്ലെങ്കിൽ എങ്ങനെയാണ് അന്ന് നടന്ന സംഭവങ്ങൾ ഇന്നും കൃത്യമായി റെക്കോർഡിക്കലി സൂക്ഷിച്ച് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ടി വാസു തയ്യാറായി നിൽക്കുന്നത്? എന്നെങ്കിലും പിടിക്കപ്പെടുമെന്ന ഉറപ്പ് വാസുവിനും ഉണ്ടായിരുന്നുവെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘവും കരുതുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഏതെങ്കിലും ദേവസ്വം ജീവനക്കാരോ ബന്ധപ്പെട്ടവരോ പരിചയക്കാരോ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചതുകൊണ്ടോ ഫയലിൽ നിന്നും ഒരു കോപ്പി എടുത്തതാകാം എന്നും അന്വേഷണ സംഘം കരുതുന്നുണ്ട്. എന്തായിരുന്നാലും ഇപ്പോൾ ആകെ പെട്ടിരിക്കുന്നു എന്ന് പറയുന്നതാകും ശരി. ഇനിയൊരു തിരിച്ചുപോക്കില്ല എന്നുള്ളതും ഇക്കൂട്ടത്തിൽ തന്നെ വ്യക്തമാകുന്നു. ഇന്ന് അടച്ചിട്ട കോടതിയിൽ വീഡിയോയിൽ ചിത്രീകരിച്ചാണ് നടപടികൾ പൂർത്തിയാക്കിയത്. കോന്നി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിക്കൽ പരിശോധന നടത്തിയാണ് പോറ്റിയെ റാന്നി കോടതിയിൽ എത്തിച്ചത്. പ്രത്യേക അന്വേഷണ സംഘത്തിലെ DYSPയുടെ നേതൃത്വത്തിലാണ് പോറ്റിയെ ഹാജരാക്കിയത്.